തുടങ്ങാം. ഓൾമോസ്റ്റ് എല്ലാവരും വന്നെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാം. പറയുന്നത് ഓക്കെ അല്ലേ? സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞ? ആർക്കും ഓർമ്മയില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞെന്നുള്ള? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല് ലിനക്സ് പറ്റി ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അത് നമുക്ക് ഇന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ആയിട്ട് പറയാം. ഓക്കെ, എല്ലാവരുടെയും ലിനക്സ് ഒക്കെ സെറ്റപ്പ് ആയിട്ടില്ലേ? ഓക്കെ അല്ലേ? ആർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി എന്നുള്ളത്. ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ആരും എനിക്ക് മെസ്സേജ് ഇട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നിപ്പം എന്താ ലിനക്സ് സിസ്റ്റം നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പറയാം. ഓക്കെ, നമ്മളിപ്പോ എല്ലാവരും എന്താ വിൻഡോസിന്റെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഓൾമോസ്റ്റ് ആൾക്കാർ വിൻഡോസ് യൂസേഴ്സ് ആയിരിക്കും. വിൻഡോസിൽ നമ്മൾ എന്താ സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, അങ്ങനെ അങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ എന്താ കുറച്ച് ഡ്രൈവ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ എല്ലാവരും അങ്ങനത്തെ എന്താ ഡ്രൈവ്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ലിനക്സിലാണെന്നുണ്ടെങ്കിൽ ലിനക്സിൽ അങ്ങനെ പല ടൈപ്പ് എന്താ ഡ്രൈവ് ലൊക്കേഷൻ ഒന്നും ഇല്ല. മറ്റേന്ന് പറയുമ്പോൾ സി ഡ്രൈവ്, ഇ ഡ്രൈവ്, ഡി ഡ്രൈവ് എന്നൊക്കെ പല ടൈപ്പില് ഡ്രൈവ് ലൊക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. രീതിയിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ലിനക്സിൽ എന്താ എല്ലാം തുടങ്ങുന്നത് ഒരു സ്ഥലത്ത് നിന്നാണ്. അതാണ് എന്താ റൂട്ട് ഡയറക്ടറി എന്ന് പറയും. ഓക്കെ, റൂട്ട് ഡയറക്ടറി എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഈ റൂട്ട് ഡയറക്ടറി ആണ് നമ്മൾ ഇത് കാണുന്ന എന്താ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ആയിട്ട് കിടക്കുന്ന സാധനം സ്ലാഷ്. ഇതാണ് റൂട്ടിന്റെ ഡയറക്ടറിയിട്ട് വരുന്നത്. ഓക്കെ, ഈ റൂട്ടിന്റെ പേര് പോലെയാണ്. പക്ഷെ അതെന്തുണ്ടാക്കി അങ്ങനെ പറയുന്നു അറിയാമോ ആർക്കെങ്കിലും? ഇതിൽ ലിനക്സ് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് രണ്ട് പേരുള്ളതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? റൂട്ട് ഡയറക്ടറി അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. ശരി, എന്താ ടെക്സ്റ്റ് ചെയ്യും. എന്താ ആ റൂട്ട് ഡയറക്ടറിയുടെ ഉള്ളിലായിരിക്കും എന്താ എല്ലാ ഫോൾഡറുകളും വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒക്കെ അപ്പം എന്താ നമുക്ക് ഒന്നാമത്തെയാണ് എന്താ ഫ്ലാഷ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണ എന്താ യൂസറിന്റെ പേഴ്സണൽ ഫോൾഡർ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഹോം ആദ്യം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും കളിനെക്സ് ഓപ്പൺ ചെയ്യാവോ?
ഓപ്പൺ ചെയ്തു എല്ലാരും. ഓപ്പൺ ചെയ്തു. ഓക്കെ. ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്ലാഷ് ഹോം എന്ന് അടിച്ചു നോക്ക്, എന്താ വരുന്നത് നോക്ക്, എന്നിട്ട് ടെക്സ്റ്റ് എന്താ വരുന്നതെന്നുള്ള. എന്തെങ്കിലുമൊക്കെ കിട്ടിയാ? ഓക്കെ, എന്താ കിട്ടിയ? ഫസ്റ്റ് നിങ്ങൾ ടെർമിനൽ എടുത്തു, എന്നിട്ട് സ്ലാഷ് ഹോം അടിച്ചു. സ്ലാഷ് ഹോം അടിച്ചപ്പോൾ എന്താ വന്നോ? ഹോം പേജിലേക്ക് പോയി. മറ്റേ നമ്മൾ അടുത്ത എന്താ സ്ലാഷ് ഹോം സ്ലാഷ് നിങ്ങളുടെ പേരടിച്ച് നോക്കും, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡറിലേക്ക് വരും. ഓക്കെ. അപ്പം ഈ സ്ലാഷ് ഹോം എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പം ഇവിടെ എന്താ യൂസറിന്റെ ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്, പിക്ചേഴ്സ്, വീഡിയോസ്, ഡെസ്ക്ടോപ്പ്, ഇതെല്ലാം എന്താ ഈ സ്ലാഷ് ഹോമിലായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഡിഫോൾട്ടായിട്ടായിരിക്കും എന്താ ഡിഫോൾട്ടായിട്ട് എന്താ നമുക്ക് നമ്മൾ എന്താ ഒരു ഫോൾഡറിലേക്ക് ഡിഫോൾട്ടായിട്ട് എന്താ എത്തുന്ന ഈ ഒരു ഫോൾഡറിലേക്ക് ആയിരിക്കും, ഹോമിലേക്ക്. ഓക്കെ. ഞാൻ അടുത്തെന്ന് പറഞ്ഞ റൂട്ട്, സ്ലാഷ് റൂട്ട്, സ്ലാഷ് റൂട്ട്, സ്ലാഷ് റൂട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് എന്താ വരുന്നതെന്ന് ടെക്സ്റ്റ്. സ്ലാഷ് റൂട്ട് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് പെർമിഷൻ ഡിനൈഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വരും. ഓക്കെ. അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്, നോക്കി. ഓക്കെ. അപ്പം ഈ റൂട്ട്, അതെ അതെ, പെർമിഷൻ ഡിനൈഡ്. ഓക്കെ. അപ്പം ഈ റൂട്ടിന്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്താ, ഇത് റൂട്ട് യൂസറിന്റെ എന്താ ഹോം ഫോൾഡർ ആണ് സ്ലാഷ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ റൂട്ട് യൂസർ എന്നത് എന്താ ലിനക്സിലെ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്താ റൂട്ട് യൂസർ എന്ന് പറയുന്നത്. ഓക്കെ. വിൻഡോസിൽ നമുക്ക് എന്താ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്താ ലിനക്സിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് റൂട്ട് എന്ന് പറയുന്നത്. എന്താ ഒരു സാധാരണ യൂസറിന് എന്താ ഈ ഫോൾഡർ എന്താ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പം എന്താ നമ്മൾ ഹോമും പറഞ്ഞു റൂട്ടും പറഞ്ഞു. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താ സ്ലാഷ് etc എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എന്താ ഇതൊരു പ്രധാനപ്പെട്ട എന്താ ഒരു ഫോൾഡറാണ്. സിസ്റ്റം കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ എന്താ ഒക്കെ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. എക്സാമ്പിൾ പറയാനുണ്ട് നെറ്റ്വർക്ക് സെറ്റിംഗ്, യൂസർ കോൺഫിഗറേഷൻ, പാസ്വേഡ് കോൺഫിഗറേഷൻ, DNS കോൺഫിഗറേഷൻ. അതുപോലെ എന്താ ഇതെല്ലാം എന്താ ലിനക്സ് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്താ ഇവിടെ ഫയൽസ് എന്താ എഡിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്താ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് യൂസർ. ഫ്ലാഷ് യൂസർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ എല്ലാം എന്താ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ Nmap ചെയ്യും, അല്ലെങ്കിൽ വെർച്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ മെറ്റാസ്പോയിട്ട് പോകും. ഇപ്പൊ ഏത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും ഇതെല്ലാം ഇതിന്റെയൊക്കെ പ്രോഗ്രാം ഫയൽസ് എവിടെ ഇപ്പൊ എന്താ ഇതിന്റെ എല്ലാം പ്രോഗ്രാം ഫയൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അതിനാണ് ഫ്ലാഷ് യൂസർ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലാഷ് വാർ എന്ന് പറഞ്ഞാൽ എന്താ, അത് വേരിയബിൾ ഡേറ്റ. ഓക്കെ. ഇവിടെ എന്താ ലോക്ക് ഫയൽസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പാച്ചി ലോക്ക്, സിസ്റ്റം ലോക്ക്, മെയിൽ ലോക്ക്, അതുപോലെ ഡേറ്റാബേസ് ലോക്ക്. ജസ്റ്റ് ഫ്ലാഷ് വാർ എന്നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ എങ്ങോട്ട് പോകും എന്നുള്ള കാണാൻ പറ്റും. ഓക്കെ. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ എന്താ ലോക്ക് ഫയൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ ഈ ഫ്ലാഷ് വാർ എന്ന് പറയുന്ന സാധനത്തിൽ എന്താ
അറിഞ്ഞിരിക്കണം. ഈ എന്താ ഫയൽ സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ലാഷ് ടെമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫയൽസ് ആണ്. ഇപ്പൊ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്ലാഷ് ടെമ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ സാധാരണ ഈ ഫോൾഡർ ക്ലീൻ ആവും. ഓക്കെ, ഇനി സ്ലാഷ് ബിൻ. സ്ലാഷ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? ഓക്കെ, സ്ലാഷ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താ ബൈനറി കമാൻഡ്സ് ആണ്. ഓക്കെ, ലിനക്സിന് എന്താ ബേസിക് കമാൻഡ്സ് ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇപ്പൊ ലിനക്സ് യൂസ് ചെയ്ത ആരെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറ. ലൈക്ക് ലിസ്റ്റ്, cd, pwd അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക് കമാൻഡ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞ എൽഎസ് പറയാം, കാറ്റ് പറയാം, PWD പറയാം, CP പറയാം, MD പറയാം, RM പറയാം. ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് അടുത്തുള്ള മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഓരോന്നും പറയാം. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ എന്താ ടെർമിനലിൽ എന്താ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ ലിനക്സ് ആദ്യം എന്താ ഇവിടെ വന്നിട്ട് നോക്കൂ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ എന്താ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് ഒക്കെ ഏത് ഫോൾഡറിലായിരിക്കും ഇപ്പൊ സ്റ്റോർ ചെയ്തേക്കുക? പറ നോക്കട്ടെ. ഓക്കെ, കോൺഫിഗറേഷൻ ഫയൽസോ? ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കോൺഫിഗറേഷൻ ഫയൽസ് റൂട്ടിലായിരിക്കത്തില്ല. ഓക്കെ, അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ലിനക്സ് കമാൻഡ്സ് ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാ ബേസിക് ലിനക്സ് കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ലിനക്സിൽ എന്താ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അതിന്റെ ഇപ്പം ഓൾറെഡി ഇപ്പം ദേവനന്ദ പറഞ്ഞു നമ്മൾ ഏതൊക്കെ കമാൻഡ്സ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ഓക്കെ, ഇതിലെന്താ ആദ്യത്തെ കമാൻഡാണ് PWD. ഓക്കെ, PWDയുടെ മീനിങ് എന്താണെന്ന് അറിയാവോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് പറ. എന്താണ് PWD? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. PWD എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട്. അതെന്താണോ? ഫ്രണ്ട് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, ഇപ്പൊ എന്താ ഇപ്പോൾ നമ്മളെന്താ ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്താ നമുക്ക് കാണണം. അപ്പൊ എന്താ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്താ PWD. നമ്മൾ PWD ജസ്റ്റ് നിങ്ങൾ എന്താ അടിച്ചു നോക്ക്, നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത് എന്നുള്ള ജസ്റ്റ് ടെർമിനലിൽ ഒന്ന് PWD അടിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് അടിച്ചു നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ PWD അടിച്ചാൽ റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ PWD ഞാൻ അടിച്ചപ്പോ എന്താ ഇവിടെ കിട്ടി. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്? സൂം ആക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്താ നമ്മൾ PWD അടിച്ചു. അപ്പൊ നമുക്ക് എന്താ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എവിടെ നിൽക്കുന്നത് എന്നുള്ള കാണിച്ചു തന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ അടുത്ത കമാൻഡാണ് LS എന്ന് പറയുന്നത്. ഓക്കെ, LS എന്ന് പറയുന്ന കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയാവോ? LS എന്താണെന്ന് അറിയാവോ? LS എന്താണെന്നുള്ള അറിയാവോ? ഓക്കെ, ലിസ്റ്റ്. ഓക്കെ, ദേവനന്ദ് മാത്രം പറയേണ്ട, വേറെ ആരിലൊക്കെ പറഞ്ഞോ? ഓക്കെ, അപ്പൊ എന്താ നമ്മൾ LS അടിക്കുക. അപ്പൊ എന്താ LS ഞാൻ അടിക്കുന്നു. എന്താ എനിക്കിവിടെ LS ഇപ്പൊ ലിസ്റ്റ് ചെയ്തു ഏതൊക്കെയാണ് ഇവിടെ ഉള്ള ഫോൾഡേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഫയൽസ് ഏതൊക്കെയാണ്, ഫോൾഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, പിക്ചേഴ്സ്,
പബ്ലിക്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, യൂണിവേഴ്സിറ്റി, പ്രോജക്ട്സ്, ടെംപ്ലേറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ എനിക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നു. ഓക്കെ, ഇനി LS-L അതെന്താണെന്ന് അറിയോ? LS-L എന്ന് പറയുന്ന കമാൻഡ് എന്താണെന്ന് അറിയോ? ഇത് ഒരു കുറച്ച് നോർമൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കറണ്ട് ഡയറക്ടറി. ഇത് അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിഡൻ ഫയൽസ്, പെർമിഷൻസ്, ഓണർ, ഫയൽ സൈസ്, അതൊക്കെ ആയിരിക്കും എന്താ ഹിഡൻ ഫയൽസ് എന്താ ഡോട്ട് വെച്ചിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ട ഇതൊക്കെ കണ്ട ഹിഡൻ ഫയൽസ് ഒക്കെ കണ്ട ഡോട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഡോട്ടായിട്ട് നമ്മൾ ഇച്ചിരി മുമ്പ് ലിസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് വരാത്ത കുറെ സാധനങ്ങൾ എടുത്തുണ്ട്. കണ്ട ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, കണ്ട. ഓക്കെ, ഇതെന്താ ഹിഡൻ ഫയൽസ് ആണ് നമുക്ക് ഈ LS-L കൊണ്ട് കാണിച്ചു തരുന്നത്. ഇനി CD എന്ന് പറഞ്ഞ കമാൻഡ് എന്താണെന്ന് അറിയാമോ? CD ഇപ്പം എന്താ നമ്മൾ എന്താ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പോവുകയാണ്. ഡെസ്ക്ടോപ്പ് ഒക്കെ അടിക്കാൻ നേരത്ത് B ക്യാപിറ്റൽ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മളെന്താ കറന്റ് നിന്ന ഡയറക്ടറിന്ന് നമ്മളിപ്പോ എന്താ ഡെസ്ക്ടോപ്പിലേക്ക് ചേഞ്ച് ആയി. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്താ ആ ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഫോൾഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ CD എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ്. ഓക്കെ, ഇത് നമുക്ക് തിരിച്ച് നമ്മൾ നിന്ന ഡയറക്ടറിയിലേക്ക് വരണമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ചുമ്മാ CD അടിക്കുക. ഓക്കെ, നമ്മളിതാ ഇവിടെ നോക്കുക, നമ്മൾ രീതിയിലായാലും ഇവിടെ നമ്മൾ CD ഡെസ്ക്ടോപ്പ് കൊടുത്തപ്പോൾ എന്താ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് കയറി, നമ്മൾ വീണ്ടും CD കൊടുത്തപ്പോൾ നമ്മൾ എന്താ തിരിച്ച് നമ്മൾ നിന്ന ഡയറക്ടറിയിലേക്ക് വന്നു. ഓക്കെ, നമുക്ക് ഹോമിലേക്ക് പോകണം. അപ്പൊ ഹോമിലേക്ക് പോകണമെങ്കിൽ എങ്ങനെ ആയിരിക്കും പോകുന്നത്? ഓക്കെ, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച്. പിന്നെ അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ടെർമിനൽ ക്ലീൻ ചെയ്യാനും അതുപോലെ എന്താ ഓൾഡ് കമാൻഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. ഓക്കെ, സോറി, ടെർമിനൽ ക്ലീൻ ചെയ്യാനായിട്ടാണ്. എന്താ ഓൾഡ് കമാൻഡ്സ് റിമൂവ് ഒന്നും ആയി പോകത്തില്ല. എന്താ നമുക്ക് പക്ഷെ സ്ക്രീനിൽ നിന്ന് പോകും. ഓക്കെ, സ്ക്രീൻ മാത്രമേ ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതാ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ക്ലിയർ കൊടുക്കും. ഓക്കെ, നമ്മളിപ്പോ എത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് പോയിട്ടുണ്ട് സ്ക്രീനിൽ നിന്ന്, അല്ലേ? കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ? ആദിത്യ എന്താണ് പറഞ്ഞത്? CD യൂസ് ചെയ്ത് ഡയറക്ടറീസ് ആൻഡ് ഫയൽസ് ആക്സസ് ചെയ്യുക, അതേപോലെ CD കൊടുക്കാൻ എന്നോട് പറഞ്ഞതാണോ അതോ ബാക്കിയുള്ളവരോട് പറഞ്ഞതാണോ? ഓക്കെ, അടുത്ത ഹിസ്റ്റോറി. ഹിസ്റ്റോറി എന്താണെന്ന് അറിയാമോ? എന്താ ഹിസ്റ്റോറി? എന്താ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാ കമാൻഡ്സും നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അതാണ് ഹിസ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് എന്താ ലിനക്സ് കമാൻഡ്സ് ഏകദേശം ഓക്കെ ആയില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യും. ആദിത്യ എന്തോ എന്ന് പറഞ്ഞാൽ ആദിത്യ എന്താ മെസ്സേജ്? ഇത് ആരോടാണ് പറഞ്ഞു? എന്നോടാണോ പറഞ്ഞത് അതോ ഫ്രണ്ട്സിനോടാണോ? ഓക്കെ 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 ഓക്കെ, ശരി ശരി ശരി. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ നിങ്ങൾ എന്താ വോയിസ് ഓണാക്കി തന്നെ പറ, മൈക്ക് ഓണാക്കി തന്നെ പറ, അതാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷെ ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് അങ്ങോട്ട് നോക്കത്തില്ലത്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിതാ ബേസിക് ലിനക്സ് കമാൻഡ്സ് കഴിഞ്ഞ് അടുത്ത് നമുക്ക് എന്താ ഫയൽ മാനേജ്മെന്റ് കമാൻഡ്സ്. ഇതെന്താണെന്ന് അറിയാമോ? ലിനക്സിൽ എന്താ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും റീനെയിം ചെയ്യാനും ഒക്കെ എന്താ
കുറെ കമാൻഡ്സ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് അതൊക്കെയാണ് എന്ത് ഈ ഫയൽ മാനേജ്മെന്റ് കമാൻഡ്സിന്റെ പേര്. അതാണ് ഈ MKDIR. ഇത് MKDIR എന്ന് പറഞ്ഞാൽ എന്താണ്? MKDIR MKDIR എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് ഡയറക്ടറി. ഓക്കെ, എന്താ മേക്ക്? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്താ മേക്ക് ഡയറക്ടറി എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നമ്മൾ MKDIR കൊടുക്കുന്നു. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഒരു സൈബർ ലാബ് എന്നും പറഞ്ഞ് നമ്മളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, നമ്മളിതാ കൊടുത്ത് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ CD സൈബർ ലാബ്. ഓക്കെ, സൈബർ ലാബ് കൊടുത്തപ്പോൾ നമുക്ക് എന്താ ആ ഡയറക്ടറി കിട്ടി. ഓക്കെ, അപ്പം എന്താണ് മൈക്ക് ഡയറക്ടറി എന്നും എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, മൈക്ക് ഡയറക്ടറി. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ആണ്. ടച്ച് എന്താ? ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വന്നു. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? MD ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടച്ച്. ഓക്കെ, അതെ, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, MD ആയിട്ടുള്ള ന്യൂ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടച്ച്. നമ്മൾ ടച്ച് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു നമ്മൾ ഇത് യൂസ് ചെയ്തത് നോട്ട്സ് ഇപ്പൊ നമുക്ക് ഇതാക്കാനായിട്ട് ഒരു ഫയലാണ്. ഇപ്പം notes.txt കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അങ്ങനെ ഒരു ഫയൽ അവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ LS കൊടുക്കുന്നു. ഇതാ LS കൊടുത്തപ്പോൾ നമുക്ക് ഇതാ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് notes.txt. ഓക്കെ, അപ്പൊ ടച്ച് എന്താന്നുള്ള മനസ്സിലായല്ലോ. MD ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടച്ച്. ഓക്കെ, ഇനി ക്യാറ്റ് എന്താ? ക്യാറ്റ് ഫയൽ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെങ്ങനെ ക്യാറ്റ് വെച്ചിട്ട് ഒരു ഫയൽ റീഡ് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ എന്താ ടച്ച് വെച്ചിട്ട് ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇനി ക്യാറ്റ് വെച്ച് നമുക്ക് ആ ഫയൽ റീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? notes.txt കൊടുക്കുന്നു. ഓക്കെ, നമുക്കിപ്പോ ആ കറന്റ് അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഓക്കെ, notes.txt കൊടുത്തു. ഓക്കെ, ഇനി കോപ്പി. നമുക്കൊരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലേക്ക് എന്താ കോപ്പി ചെയ്യണം. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ബാക്കപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ബാക്കപ്പ് ചെയ്യും? എങ്ങനെ ബാക്കപ്പ് ചെയ്യും? പറ. എങ്ങനെ നമ്മൾ ബാക്കപ്പ് ചെയ്യും? ഇപ്പൊ കോപ്പി ചെയ്യാനായിട്ടുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ CP ആണ്. കോപ്പി note.txt. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കപ്പിലേക്ക്, പക്ഷെ നമുക്ക് അതിന് എന്താ നോട്ടിലും എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ notes.txt എന്തെങ്കിലും ഉണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടച്ച് കൊടുത്തു. നമ്മൾ ഇതാ ഡയറക്റ്റ് ഇവിടെ തന്നെ ഇത് കൊടുക്കാൻ പോവാം. പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതാ വീണ്ടും cat.txt കൊടുക്കുക. അപ്പൊ നമുക്കിതാ നമ്മളിതാ ഇവിടെ ഒരു സംഭവം കൊടുത്താണ് ഇതിൻ്റെ അകത്തേക്ക് എക്കോ ഹലോ ലിനക്സ് എന്നും പറഞ്ഞു. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനിയിപ്പോ എന്താ കോപ്പി ചെയ്യുക. നമ്മൾ ഈ ഹലോ ലിനക്സ് നമ്മൾ കൊടുത്ത് നമ്മൾ കോപ്പി ചെയ്യുക. അപ്പൊ എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം? എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം?
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു നിനക്ക്? ഒരു റിപ്ലൈ ഇല്ലല്ലോ. വോയിസ് ക്ലിയർ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാനുള്ള കമാൻഡ് എന്താ? കോപ്പി കൊടുക്കുന്നു, നോട്ട്സ് നമ്മൾ ഫയലിന്റെ പേര് കൊടുക്കും, നോട്ട്സ് ഡോട്ട് ടി എക്സ് ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഏത് ഫയലിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ അങ്ങനെ കൊടുക്കാൻ നേരത്ത് നമുക്ക് എന്താ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണ്ടേ? ക്രിയേറ്റ് ചെയ്യണ്ടേ? എങ്ങനെ കൊടുക്കും? ക്രിയേറ്റ് ആക്കണ്ടേ? എങ്ങനെയാണോ നമ്മൾ ചെയ്യുക? അപ്പൊ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക അത് പറ. ആർക്കും അറിയില്ല. ഓക്കെ, നമ്മളിവിടെ ബാക്കപ്പ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ ഒരു ഫയൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അവിടെ വന്നോ? നമ്മൾ അടിച്ചതിനകത്ത് തെറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്. നോട്ട്സ് ഡോട്ട് ടി എക്സ് കൊടുത്ത് ബാക്കപ്പ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് ബാക്കപ്പ് ഡോട്ട് ടി എക്സ് ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാറ്റ് വെച്ചിട്ട് ബാക്കപ്പ് ഡോട്ട് ടി എക്സ് ടി നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ ക്യാറ്റ് വെച്ചിട്ട് എന്താ അത് റീഡ് ചെയ്തു. അപ്പൊ റീഡ് ചെയ്തപ്പോ നമുക്ക് എന്താ വന്ന അവിടെ? ഹെലോ ലിനക്സ് എന്നും പറഞ്ഞു വന്നു അല്ലേ? വന്നില്ലേ? വന്നോ ഇല്ലയോ? ഓക്കെ ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത എന്തായിരുന്നു? നമ്മൾ നോട്ട്സ് ഡോട്ട് ടി എക്സ് കൊടുത്തത് ഹലോ ലിനക്സ് എന്നായിരുന്നു. അപ്പം നമുക്കത് ബാക്കപ്പിൻ്റെ അകത്തേക്ക് അത് വരുത്താൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്താ ഒരു ഫയൽ എന്താ മൂവ് ചെയ്യണം. മൂവ് ചെയ്യാനായിട്ട് റീനെയിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താ എം വി എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെ ആയിരിക്കും അറിയാവോ? നമ്മൾ അതിന്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ എം വി നമുക്കിപ്പോൾ എന്താ നോട്ട്സ് ഡോട്ട് ടി എക്സ് ടി അതിൽ നിന്ന് എന്താ നമുക്ക് ലിനക്സ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കൊടുക്കുന്നു. നമ്മൾ ഏത് ഫയൽ നമുക്ക് ഏതിലേക്കാണോ മൂവ് ചെയ്യേണ്ട, ആദ്യം മൂവ് ചെയ്യേണ്ട ഫയൽ നമ്മൾ എന്താ ആദ്യം കൊടുത്തു, ഏതിലേക്കാണോ അത് രണ്ടാമത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ ജസ്റ്റ് എൽ എസ് അടിച്ചു. അപ്പോൾ എന്താ നമുക്കിതാ ലിനക്സ് ഡോട്ട് ടി എക്സ് ടി വന്നു അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരെന്താ മാറി. ഓക്കെ ഓക്കെ അല്ലേ? ഇനി റിമൂവ്. ഇപ്പോൾ റിമൂവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, റിമൂവ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അതിന് യൂസ് ചെയ്യുന്ന ആർ എം എന്ന് പറയുന്ന ഇപ്പോൾ ആർ എം കൊടുക്കുന്നു, നമ്മുടെ ഫയൽ നെയിം കൊടുക്കുന്നു. ഇപ്പം നമുക്കിവിടെ നോട്ട്സ് ഡോട്ട് ടി എക്സ് എന്ന് പറയുന്ന ഫയൽ ഇല്ല, അതിപ്പം ചേഞ്ച് ആയി. അപ്പം നമ്മളെന്താ നമുക്കിവിടെ ഉള്ള ലിനക്സ് ഡോട്ട് ടി എക്സ് ആണ്. അപ്പോൾ നമ്മൾ ലിനക്സ് ഡോട്ട് ടി എക്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി. ഇനി നമ്മൾ എല്ലാം ഒന്ന് അടിച്ച് നോക്കും. അപ്പോൾ നമുക്കിതാ നമ്മൾ ഇത്തിരി മുമ്പ് ഇവിടെ കണ്ട ഈ തൊട്ട് മുകളിലത്തെ ലൈനിൽ കണ്ട സാധനം നമുക്ക് താഴത്ത് കണ്ട ഇല്ല. ഓക്കെ ഓക്കെ അല്ലേ? ഈ പറയുന്ന കമാൻഡ്സ് എല്ലാം ഓർത്തിരിക്കണം. കാര്യം വെച്ചാൽ നമ്മളിനി അടുത്ത പ്രാക്ടിക്കല് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോന്നും ആവശ്യമുണ്ട്. കാര്യം വെച്ചാൽ നമ്മളിനി ഓവർ ദ വേറിൻ്റെ അകത്ത് നമ്മൾ ഓരോ ടാസ്ക് ബൈ ടാസ്ക് ആണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ആവശ്യമുള്ളതാണ്. സോ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ
ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്? എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് അറിയാവോ? ഓക്കെ, എന്തായെങ്കിലും എന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്താ? ഇപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റൊക്കെ നിങ്ങൾ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയും അതിൽ നിങ്ങൾ പാസ്വേഡ് സ്ട്രെങ്ത് അനുസരിച്ച് അതിനകത്ത് എന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. എന്താ നെക്സ്റ്റിൽ ചില എന്താ സിമ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് എന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ ആണ് എന്താ ഡോട്ട്. അത് കറണ്ട് ഡയറക്ടറി ആണ്. ഓക്കെ, നമ്മളെന്താ ഡോട്ട് ഡോട്ട് സ്ലാഷ് എന്താ ഒരു സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? അല്ല, നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ തൊള്ള എന്ത് വെള്ളം നോക്കാം. ഡോട്ട് സ്ലാഷ്. ഓക്കെ, അതെങ്ങനെ വരുമായിരിക്കും? അപ്പൊ അതെങ്ങനെ വരുമായിരിക്കും ഇപ്പോൾ പറയൂ. ആരും എന്ത് റെസ്പോൺസ് ഇല്ലാത്ത? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാകും. ഓക്കെ, ഇപ്പൊ എന്താ നമ്മളിതാ ഡോട്ട് സ്ലാഷ് സൈബർ ലാബ് കൊടുത്തു. ഓക്കെ, അതിൽ ഒന്നാമത്തെ സ്പെഷ്യൽ ക്യാരക്ടർ ആണ് എന്താ ഡോട്ട് സ്ലാഷ് കറണ്ട് ഡയറക്ടറി. ഓക്കെ, സോറി ഡോട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിപ്പോ എന്താ പേരന്റ് ഡയറക്ടറിയിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ നമ്മൾ എങ്ങനെ പോകും? തീരെ കൊടുക്കുന്നു, രണ്ട് കുട്ടി കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ രണ്ട് ഡബിൾ ഡോട്ട് കൊടുത്തപ്പോൾ നമ്മൾ എന്താ ബാക്ക് വന്നു. ഓക്കെ, നമ്മൾ തിരിച്ച് ബാക്ക് വന്നു. ഓക്കെ, നമുക്ക് എന്താ ഹോം ഡയറക്ടറി. അങ്ങനെ ഹോം ഡയറക്ടറിയിലേക്ക് പോകാനായിട്ടുള്ളതാ ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഹോം ഡയറക്ടറി ഇപ്പൊ ഹോമിൽ തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വന്നില്ല. ഓക്കെ, നമുക്കിപ്പം വേറെ ഡയറക്ടറിയിലേക്ക് പോകാം. സി ഡി ഡെസ്ക്ടോപ്പിൽ പോകുന്നു. അതിനേക്ക് നമ്മൾ തിരിച്ചതാ സി ഡി എന്താ ഹോം ഡയറക്ടറിയിലേക്ക് പോകുന്നു. ഓക്കെ, എവിടെ ആയാലും സ്വന്തം ഹോം ഫോൾഡറിലേക്ക് പോകാനായിട്ടാണ് എന്താ സി ഡി ഈ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കമാൻഡ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇത് ഹോം ഡയറക്ടറിയുടെ ആണ്. ഓക്കെ, ഇനി സ്ലാഷ് സ്ലാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് റൂട്ടാണുള്ളത്. ഓക്കെ, നമ്മൾ സി ഡി കൊടുക്കുന്നു, സ്ലാഷ് കൊടുക്കുന്നു. അപ്പൊ എന്താ നമ്മൾ റൂട്ടിലേക്ക് കയറി. ഓക്കെ, ഓക്കെ, ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണോ? കറക്റ്റ് നമ്മൾ ഫ്ലോയിൽ തന്നെ അല്ലേ പോകുന്നത്? നമ്മൾ സ്പീഡിലൊന്നും അല്ലല്ലോ പോകുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഓരോന്നും. എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഓവർ സ്പീഡിൽ പോവാതെ ഓരോന്നും നമ്മൾ പയ്യെ പയ്യെ പറഞ്ഞു പറഞ്ഞാണ് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ചോദിക്കുക. ഓക്കെ, വോയിസ് ഓണാക്കി ചോദിക്കാന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും. കാര്യം വെച്ചാല് ഞാൻ അപ്പുറത്തെ സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഞാനിത് ഇവിടെ കാണില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഇപ്പൊ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ചോദിക്കുന്നൊന്നും ഞാൻ കാണണമെന്നില്ല. ടെക്സ്റ്റ് ചോദിച്ചാൽ കാണില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ എക്സ് എസ് എച്ച് എന്നാണ്. എന്റെ എക്സ് എസ് എച്ച് എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ? അതിൽ എക്സ് എസ് എച്ച് എന്താണ്? കേട്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഫീസൊക്കെ പഠിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പറ, എന്റെ എക്സ് എസ് എന്ന് പറ. നിങ്ങൾ കേട്ടിട്ടുള്ള എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. ജയനന്ദ പറഞ്ഞോ. ഓൾറെഡി സ്ക്രീനിൽ കാണാൻ പറ്റും. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എസ് എസ് എച്ച് എന്ന് പറയുമ്പോൾ ഷെല്ലാണ്, ടൈപ്പ് ഓഫ് ഷെൽ. ലൈക്ക് സെഡ് എസ് എച്ച് ഉണ്ട്, ബാഷ് ഷെൽ ഉണ്ട്, അങ്ങനെ. ഓക്കെ, ഓക്കെ, എസ് എസ് എച്ച് എന്ന് പറഞ്ഞാല് സെക്യൂർ ഷെൽ എന്നാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു ലിനക്സ് സെർവറിലേക്ക് എന്താ സെക്യൂർ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടാണ് എസ് എസ് എച്ച് യൂസ് ചെയ്യുന്നത്. എന്താ എസ് എസ് എച്ച് കൊണ്ട് എസ് എസ് എച്ച് എന്തുകൊണ്ടാണ് സെക്യൂർ എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്താ കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റ് ചെയ്യുകയും എൻക്രിപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താ പാസ്വേഡ് എന്താ നെറ്റ്വർക്കിൽ
പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എന്താ പോകത്തില്ല, മനസ്സിലായോ? ഓക്കെ. അപ്പം എന്താ റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ ക്ലൗഡ് ക്ലൗഡ് സെർവർ, AWS EC2, അഷ്വർ VM. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ക്ലൗഡ് സെർവർ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ AWS EC2 കേട്ടിട്ടുണ്ടാകും, ലിനക്സ് സെർവർ കേട്ടിട്ടുണ്ടാകും. ഇതെല്ലാം എന്താ SSH ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. SSHന്റെ ഫോർമാറ്റ് ഉണ്ട്, സിന്റാക്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പം SSH എന്ന് പറഞ്ഞാൽ റിമോട്ട് ലോഗിൻ, സെക്യൂർ ആയിട്ടുള്ള റിമോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. ഓക്കെ. എന്താ കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെന്താ യൂസ് ടു ആക്ട് റിമോട്ട് ലിനക്സ് സിസ്റ്റം. ഓക്കെ. അതിന്റെ പോർട്ട് എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ തീർച്ചയായും. ആണോ? ഓക്കെ ആണ്. ഓക്കെ. SSHന്റെ സിന്റാക്സ് ഞാൻ സിന്റാക്സ് ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ സിന്റാക്സ്. SSH യൂസർ നെയിം, ഹോസ്റ്റ് നെയിം. ഓക്കെ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്താ ഈ സിന്റാക്സിൻ്റെ അകത്ത് എന്തൊക്കെ കാണിച്ച് കൊടുത്തേക്കുന്നത്? യൂസർ നെയിം ഉണ്ട്, സെർവർ ഉണ്ട്, ലോഗിൻ ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാൻഡ് വിഡ്ത്ത് എന്താണെന്നുള്ളത് പറയാം. ബാൻഡ് വിഡ്ത്ത് കേട്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ദേവനന്ദ ബാൻഡ് വിഡ്ത്ത് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ? ദേവനന്ദ ഓവർ ദ എയർ ബാൻഡ് വിഡ്ത്ത് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ? ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ എങ്ങനെ ചെയ്യുമെന്നുള്ള. ബേസിക്കലി സ്റ്റാർട്ടിങ്ങിലൊക്കെ ആദ്യം തന്നെ SSHന് വേണ്ടിട്ട് എന്തോ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതൊക്കെ ഞാൻ ChatGPT നോക്കിയിട്ട് ചെയ്തത്. ആൻഡ് ദെൻ ഓരോ ബാൻഡിഡ് സീറോ അങ്ങനെട്ട് എന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ. അതുപോലെ അപ്പം തന്നെ ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഓവർ ദ എയർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം. ഓവർ ദ എയർ എന്ന് പറയുന്ന ഒരു എന്താ സൈറ്റ് ആണ്. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിലെന്താ നമുക്ക് ലിനക്സ് കമാൻഡ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്ക് ബൈ ടാസ്ക് ആയിട്ടുള്ളൊരു എന്താ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സൈറ്റ് ആണ്. ഓക്കെ. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ ലിനക്സ് കമാൻഡ് പഠിക്കുക. ഓക്കെ. ഇതിന്റെ സ്റ്റൈൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറയും. CTF എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? CTF ചിലപ്പം CTF ഒക്കെ കേട്ടിട്ടുണ്ടാവായിരിക്കും. എന്താ ക്യാപ്ചർ ദ ഫ്ലാഗ് അല്ല, CTF സ്റ്റൈൽ എന്താ ലേണിംഗ് ആണ് ഇതിന്റെ അകത്തെന്ന് പറഞ്ഞത്. പിന്നെ ഓരോ ലെവലിലും എന്താ ഓരോ ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഇതിലെന്താ ലിനക്സ് കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പറഞ്ഞ ലിനക്സ് കമാൻഡ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഓക്കെ. പെൻ ടെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലിനക്സ് കമാൻഡ്സ് ഒക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഓവർ ദ എയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ 0 to level 6 വരെ കംപ്ലീറ്റ് ആക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങൾ എത്രമാത്രം ഫാസ്റ്റ് കൂടെ നിൽക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അപ്പൊ നമ്മൾ തീർച്ചയായും. എന്താ നമ്മൾ ആദ്യം ചെയ്യണ്ട? എന്തായാലും നമ്മൾ ആദ്യം ചെയ്യണ്ട? ഞാനിപ്പോ ഇത് ക്ലോസ് ചെയ്ത് പിന്നെ ഫയർഫോക്സിലേക്ക് പോവുക. ഫയർഫോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ എന്താ ഓവർ ദ എയർ അടിച്ചു കൊടുക്കും. ഓവർ ദ എയർ സെർച്ച് ചെയ്യണം. ഓക്കെ. എല്ലാവരും ഫയർഫോക്സ് ഓപ്പൺ ആക്കും. അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അതിനനുസരിച്ച് ഓപ്പൺ ചെയ്താൽ മതി.
ഞാൻ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്യാൻ നേരത്ത് സെർച്ച് അയക്കാൻ മതി. അവിടെ നിങ്ങൾ ഓക്കെ. ഇപ്പൊ ഞാൻ ഇടക്കിടക്ക് സ്ക്രീൻ ഇതാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ഇഷ്യൂസ് വരുമ്പോഴാണ് ഞാൻ സ്ക്രീൻ ബാക്ക് അടിക്കുന്നത്. ഓക്കെ, അത് ഓക്കെ ആണെന്ന് മനസ്സിലായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ എന്താ നമ്മളിവിടെ ഓവർ ദ വയർ അടിക്കുവാണ്. ഓവർ ദ വയർ അടിക്കും. നമുക്ക് ഓൾറെഡി ഓവർന്നൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ വരും. ഓക്കെ, അപ്പൊ ഓവർ ദ വയർ അടിച്ച് നമുക്ക് വന്നു. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി എന്താ, ഇവിടെ സൈഡിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്നും പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ ലെവൽ 0 എടുക്കണം. അപ്പൊ നമുക്ക് ലെവൽ 0 എന്താ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? എന്താ ഇവിടെ പറഞ്ഞേക്കുന്ന, എന്താ അവിടെ എന്താ പറഞ്ഞേക്കുന്ന? ലോഗ് ചെയ്യാൻ. ഓക്കെ, എങ്ങനെ ലോഗിൻ ചെയ്യണ്ട? നിങ്ങളിപ്പോ ഇവിടെ ഇതിവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെർമിനൽ എടുക്കുക. നിങ്ങൾ മിനിമൈസ് ചെയ്ത സ്ക്രീൻ അപ്പുറത്തുണ്ടാവും. ഓക്കെ, ടെർമിനൽ എടുത്തു. ടെർമിനലൊക്കെ എന്താ ചെയ്യണ്ട, ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ എങ്ങനെ ഈ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്നുള്ള കാണിച്ചായിരുന്നു. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഇവിടെ ചെയ്യാൻ പോവാണ്. ഓക്കെ, ചെയ്തത് സ്വിച്ച് ബാൻഡ് വിഡ്ത്ത് നമുക്ക് നമ്മൾ ഓരോ ലെവൽസിൽ ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ലെവൽ ഏതാണോ അതിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ കൊടുക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗോൾ എന്താണെന്ന്. ഓക്കെ, ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ദേവനന്ദ അല്ല വേറെ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ആരോ ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ട് ലോഗിൻ ചെയ്യാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിതാ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ഓരോ സംഭവം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എന്താ കൊടുക്കുക, അവിടെ നമ്മൾ എസ് കൊടുക്കുന്നു. ഓക്കെ, അവിടെ എസ് കൊടുത്തു എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കൊടുത്തു. അപ്പൊ എന്താ ബാൻഡ് വിഡ്ത്ത് വന്നു. ഇതിന്റെ പാസ്വേഡ് എന്താ? പാസ്വേഡ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് 0 എന്ന് തന്നെയാണ്. ഓക്കെ, ഞാൻ പാസ്വേഡ് കൊടുത്തു, ലോഗിൻ ആയി. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ട? ഇനി നമ്മൾ എന്താ അവിടെ ചെയ്യണ്ട? എന്താ ഇനി ചെയ്യണ്ട? പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താ അവിടെ ചെയ്യേണ്ടതെന്നുള്ള ധൈര്യമായിട്ട് പറഞ്ഞോ. അറിയാവുന്നവര് പറ. ഓക്കെ, നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? ദ ഗോൾ ഓഫ് ദ ലെവൽ ഫോർ യു ലോഗിൻ ദ ഗെയിം യൂസിങ് SSH, the host to which you need to connect the bandwidth lab over the .org on port. യൂസർ നെയിം ഇതാ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലോഗിൻ ആക്കി. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ട? അപ്പം നമ്മളിപ്പോൾ കറന്റ് ലോഗിൻ ചെയ്തു. ഇനി നമ്മൾ ലെവൽ 1 പോകണ്ട. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ, കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനില്ല നമുക്ക്. ഫസ്റ്റ് നമ്മൾ എന്താ ഹുവാമൈ അടിക്കും. ഹുവാമൈ എന്താണെന്നറിയാമോ? ഹുവാമൈ എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ കറന്റ് എവിടെ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുക നമ്മൾ ഹുവാമൈ യൂസ് ചെയ്യുന്നു. ഓക്കെ, കറന്റ് യൂസർ. ഓക്കെ, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താ ബാൻഡ് വിഡ്ത്ത് 0 കിട്ടി. ഓക്കെ, നമ്മൾ ജസ്റ്റ് PWD കൊടുക്കുന്നു. ഓക്കെ, PWD കൊടുത്തപ്പോൾ നമ്മുടെ ഡയറക്ടറി ഏതാണോ അതും കിട്ടി. ഇനി നമുക്ക് എന്താ നമ്മൾ LS കൊടുക്കുക. അപ്പൊ LS കൊടുത്തപ്പോൾ നമുക്ക് റീഡ്മി എന്ന് പറയുന്ന ഒരു ഫയൽ കിട്ടി. ഓക്കെ, ഈ റീഡ്മി എന്ന് പറയുന്ന ഫയലിന്റെ അകത്താണ് എന്താ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഇപ്പൊ ലെവൽ 1 പോകാനുള്ള അതിന്റെ പാസ്വേഡ് എന്താ റീഡ്മി എന്ന് പറയുന്ന ഫയലിന്റെ അകത്താണ്. ഓക്കെ, ഓക്കെ, കണ്ട password for the next level is stored in a file called readme located in the home directory. Okay, അപ്പൊ നമുക്ക് അവിടെ പറഞ്ഞു എന്താ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഫയൽ എവിടെയാന്ന് പറഞ്ഞാൽ സോറി ഇതിന്റെ പാസ്വേഡ് എവിടെ readme.readme. അപ്പൊ ഈ readme.ത്തുള്ള ഫയൽ നമുക്ക് കാണണം. അപ്പൊ നമ്മളത് എങ്ങനെ കാണുന്നു? ഇത് കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു ഫയൽ എങ്ങനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കണ്ടേ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓർമ്മയുണ്ടോ?
ഇതിനുമ്പ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ബേസിക് കമാൻഡ്സ് പറഞ്ഞ് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. ക്യാറ്റ് ഓർമ്മയുണ്ടോ? ക്യാറ്റ് എന്ന് പറഞ്ഞത് എന്താ? ക്യാറ്റ് എന്നുള്ള ഓർമ്മ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ക്യാറ്റ് കൊടുക്കുന്നു. ഇവിടെ എന്താ ക്യാറ്റ് കൊടുത്തിട്ട് റീഡ്മി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിതാ പാസ്വേഡ് ഇവിടെ കിട്ടി. ഓക്കെ, പാസ്വേഡ് നമുക്കിവിടെ കിട്ടി. അപ്പൊ നമുക്ക് ഈ പാസ്വേഡ് ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ സേവ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ എടുത്ത് അതിനകത്ത് ജസ്റ്റ് ഇതാ സേവ് ആക്കി. ഇത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് സേവ് ആക്കണം. അപ്പൊ നമ്മളിതാ ഇവിടെ കാക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണ്ടേ. അപ്പൊ നമുക്ക് ഈ ലെവലിൽ നിന്ന് എക്സിറ്റ് അടിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലെവലിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ നമ്മൾ എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോവാം? നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സിന്റാക്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. SSH ബാൻഡ്വിഡ്ത്ത് 1. നമ്മൾ നേരത്തെ ബാൻഡ്വിഡ്ത്ത് 0 യൂസ് ചെയ്യുന്ന വരെ ഇവിടെ എന്താ ബാൻഡ്വിഡ്ത്ത് 1 യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് സെയിം ഫോർമാറ്റ്, നമുക്ക് അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ഇവിടെ പാസ്വേഡ് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ കോപ്പി ചെയ്ത് വെച്ച പാസ്വേഡ് ഞാൻ എന്താ വീണ്ടും ഇതിന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അടിക്കുന്നു. ഓക്കെ, നമ്മൾ എൻ്റർ അടിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ വീണ്ടും ലോഗിൻ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ലോഗിൻ ആയി. ജസ്റ്റ് നമ്മളെന്താ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ എന്താ ജസ്റ്റ് അടിക്കുന്നു, PWD അടിക്കുന്നു. ജസ്റ്റ് ഇതെല്ലാം അടിച്ചു നോക്കാൻ പറയുന്നത് ഇത് നമുക്ക് കൺഫേം ആയിട്ട് തറവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഓക്കെ, അതടിക്കുന്നു. ഇനി നമ്മൾ എന്താ LS അടിക്കും. ഓക്കെ, ഈ ഇപ്പൊ ഇതിന്റെ അകത്ത് എന്താ ലെവലിന്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഇതൊക്കെ എന്താ പറഞ്ഞേക്കുന്നത്? എന്താ വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. എല്ലാം ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു തന്നാൽ ശരിയാകത്തില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ LS അടിച്ചു. ഇനി അടുത്ത് എന്താ? അപ്പൊ നമ്മളിവിടെ ബാൻഡ്വിഡ്ത്ത് അടിച്ച നമുക്ക് ഹുവാമ അടിച്ചപ്പോ എന്താ ബാൻഡ്വിഡ്ത്ത് 1 കിട്ടി. PWD അടിച്ചപ്പോ അത് കിട്ടി. നമ്മൾ LS അടിച്ചപ്പോ നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് ഈ ഇവിടെ കിട്ടിയത് ഈ സാധനം നമുക്ക് നോക്കണ്ടേ. ഇത് കാണണ്ടേ നമുക്ക്? അല്ലല്ലേ, എന്നാലല്ലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ക്യാറ്റ് അടിക്കും. ക്യാറ്റ് അടിച്ചപ്പോൾ നമുക്കൊന്നും വന്നില്ല. എന്താ വരാത്ത? ഫെയിലായി. ഓക്കെ, ഫെയിലായി. ഓക്കെ, അത് ഫെയിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാറ്റ് ./ കൊടുക്കുക. ./ എന്താ ഐഫോൺ കൊടുത്തു. അപ്പൊ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള പാസ്വേഡ് കിട്ടി. ഓക്കെ, കിട്ടിയില്ലേ? അടുത്ത ലെവലിലേക്ക് പോകാനുള്ള പാസ്വേഡ് നമുക്ക് കിട്ടിയോ ഇല്ലയോ? നിങ്ങൾ റെസ്പോണ്ട് എത്രമാത്രം ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമ്മൾ പാസ്വേഡ് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ലെവൽ 2ലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ലെവൽ 2 ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെവൽ 2ലേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകണമെന്നാണ് പറഞ്ഞത്? എങ്ങനെ പോകാനാ പറഞ്ഞേക്കുന്ന? പറയുന്നേ എനിക്കല്ലേ ഓരോന്നും പഠിക്കുന്ന. പക്ഷെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീണ്ടും എക്സിറ്റ് ചെയ്യണ്ടേ? എക്സിറ്റ് ചെയ്താലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ എക്സിറ്റ് അടിക്കുന്നു. എക്സിറ്റ് അടിച്ചു നമ്മൾ ഇറങ്ങി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എന്താ നമ്മൾ ഇനി
ലെവൽ 2 ലോഗിൻ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യണ്ട? സെറ്റ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു. ഇതിൽ നമ്മളിവിടെ എന്താ ബാൻഡ്വിഡ്ത്ത് 2 കൊടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ 1 ആണ് കൊടുത്തത്, ഇവിടെ നമ്മൾ ബാൻഡ്വിഡ്ത്ത് 2 കൊടുത്തു. അപ്പം നമുക്ക് ഈ 2ലേക്ക് നമ്മൾ എൻ്റർ ആയില്ല. ഓക്കെ, ഇത് ബാൻഡ്വിഡ്ത്ത് 2ലേക്ക് എൻ്റർ ആവുന്നു. ഓക്കെ അല്ലേ? ആർക്കും എന്തൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. നിങ്ങളാരും ഇൻട്രസ്റ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തതല്ലേ ഈ ക്ലാസ്സിൽ? നമ്മളിപ്പോൾ ലെവൽ 1 നിന്ന് 2ലേക്ക് കയറുന്നു. ഓക്കെ, നമുക്ക് പാസ്വേഡ് കിട്ടി. ഇനി നമ്മൾ എങ്ങനെ അടുത്തതിൽ കയറുന്ന എങ്ങനെ? അത് പറയൂ. എക്സിറ്റ് ചെയ്യാം ആൻഡ് ദെൻ വീണ്ടും ബാൻഡിറ്റ് മാറ്റാം. ഓക്കെ, എന്റെ കീ പറഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ട? ബാൻഡ്വിഡ്ത്ത് 2 ലോഗിൻ ചെയ്യണം. ബാൻഡ്വിഡ്ത്ത് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഒതന്റിക്കേഷൻ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എന്താ റിപ്ലൈ ചെയ്യണ്ട? എന്തായിരിക്കും നമ്മൾ അവിടെ റിപ്ലൈ ചെയ്യണ്ട? നമ്മളിവിടെ എസ് ആണ് കൊടുക്കണ്ട. ഓക്കെ, എസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളെന്താ, നമുക്കപ്പോൾ ഇവിടെ ഒരു എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും ഒരു സാധനം വന്നിട്ട് എന്താ ഫെയിൽഡ് എന്നും പറഞ്ഞോ? ഫെയിൽ ടു ആഡ് ഹോസ്റ്റ് നോൺ. ഓക്കെ, ഒരു ഫെയിലിയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യാൻ പറ്റും? ഇതേപോലെ എററൊക്കെ വന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിവിടെ എക്സിറ്റ് കൊടുക്കുന്നു. ലോഗൗട്ട് ഇവിടെ ലോഗൗട്ട് ഒന്ന് കാണിക്കുന്നുണ്ടല്ലേ? അല്ലേ? ഓക്കെ, നമ്മൾ ഈ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക. നമുക്ക് പുതിയൊരു സ്ക്രീൻ എടുത്താലോ? ഓക്കെ, നമ്മൾ ആ സ്ക്രീനിൽ കൊണ്ടുപോയിട്ട് ബാൻഡ്വിഡ്ത്ത് 2 കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ബാൻഡ്വിഡ്ത്ത് 2 കൊടുത്തപ്പോൾ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ പാസ്വേഡ് കൊടുക്കണ്ടേ? ഇതല്ലേ നമ്മുടെ പാസ്വേഡ്. നമ്മളെ പാസ്വേഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് അടിച്ച് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ബാൻഡ്വിഡ്ത്ത് 2ലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ നമ്മളിനി ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാ? ഇനി ബാൻഡ്വിഡ്ത്ത് 2ലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാ ആദ്യം ഇവിടെ ചെയ്യണ്ട? ഓക്കെ, ഇതിൻ്റെ അകത്ത് ബാൻഡ്വിഡ്ത്ത് 2 3ലേക്ക് പോകുന്നത് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് ഹുവാമൈ അടിക്കുന്നു. കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഹുവാമൈ കൊടുക്കുന്നത്. ഓക്കെ,
OMI കൊടുത്തു, PWD കൊടുത്തു, LS കൊടുത്തു. ഓക്കെ, നമ്മൾ LS കൊടുത്തു. നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു? നമുക്കിതാ ഇവിടെ സ്പേസസ് ഇൻ ദ ഫയൽ എന്നും പറഞ്ഞൊരു ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിപ്പെൻസ് ഓരോരുത്തരും ചെയ്യുന്ന അനുസരിച്ചാണ്. ഓക്കെ, എനിക്കിവിടെ എററൊന്നും വന്നിട്ടില്ല. നോക്കാം. ഓക്കെ, ഇത് നമ്മളിവിടെ ഹുവാമായി കൊടുത്തു, ബാൻഡ്വിഡ്ത്ത് 2 കിട്ടി, PWD കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നമ്മൾ LS കൊടുത്തപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് അത് മാത്രമേ വന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ഇത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും? ക്യാറ്റ് ഉപയോഗിച്ചത് ചാറ്റ് യൂസ് ചെയ്ത് റീഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡ് ചെയ്ത സമയത്ത് നമുക്ക് പാസ്വേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ഇവിടെ എക്സിറ്റ് അടിക്കുന്നു. ഓക്കെ, അല്ല നമ്മൾ എക്സിറ്റ് അടിക്കുമല്ലോ ഇവിടെ ചെയ്യുന്ന. ഓക്കെ, നമ്മൾ എക്സിറ്റ് അടിച്ചാൽ നമ്മൾ അടുത്ത ഏതാ ബാൻഡ്വിഡ്ത്ത് 3ലേക്കാണ് നമുക്ക് പോകണ്ട. ഓക്കെ അല്ലേ, അങ്ങനല്ലേ? ബാൻഡ്വിഡ്ത്ത് 3ലേക്കല്ലേ നമുക്കിത് പോകണ്ട. ഓക്കെ, അപ്പം നമുക്ക് കറന്റ് ഇപ്പം നമ്മുടെ ടൈം 9 മണി ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നമ്മളിപ്പം ബാൻഡ്വിഡ്ത്ത് 2 വരെ ആയിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് ആവാം. അത് വൈൻഡ് അപ്പ് ചെയ്യാം. അതെല്ലാം ലെഫ്റ്റ് ആയിരിക്കും. അപ്പൊ നാളെ എനിക്ക് ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമ്മൾ അടുത്ത ലെവൽസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ മാക്സിമം ഫാസ്റ്റിൽ കൂടെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫാസ്റ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ, വെൽക്കം. താങ്ക് യു സർ. വെൽക്കം.